Hi friends, welcome to our channel. Indian Ministry of Railways-ന്റെ കീഴിലുള്ള പ്രധാന പബ്ലിക് സെക്ടർ സ്ഥാപനമായ അയാർകോൺ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ പുതിയ അപ്രന്റീസ് റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിവിൽ, ഇലക്ട്രിക്കൽ, സിഗ്നൽസ് ആൻഡ് ടെലികോം വിഭാഗങ്ങളിലായി ഗ്രാജുവേറ്റ് അപ്രന്റീസിനും ഡിപ്ലോമ അപ്രന്റീസിനും നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്രന്റീസ്ഷിപ്പ് പീരീഡ് വരുന്നത് 1 വർഷത്തേക്കാണ്. പോസ്റ്റുകളും യോഗ്യതകളും നോക്കാം. ഫസ്റ്റ് ഗ്രാജുവേറ്റ് അപ്രന്റീസസ് ആണ് നോക്കാനുള്ളത്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, SNT അതായത് സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഒഴിവുകൾ 13 ആണ്. അതിൽ റിസർവേഷൻ SC 1, OBC നോൺ ക്രിമിലെയർ 3, EWS 1, UR 8. യോഗ്യത വരുന്നത് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ബ്രാഞ്ചിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒഴിവുകൾ 4 ആണുള്ളത്. അതിൽ റിസർവേഷൻ വരുന്നത് OBC നോൺ ക്രിമിലെയർ 1, UR 3. യോഗ്യത ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് SNT അതായത് സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഒഴിവുകൾ വരുന്നത് 3 ആണ്. അതിൽ റിസർവേഷൻ UR ആണ് 3 വരുന്നത്. യോഗ്യത ബന്ധപ്പെട്ട SNT ബ്രാഞ്ചിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സോ ആകെ ഗ്രാജുവേറ്റ് അപ്രന്റീസസ് ഒഴിവുകൾ എന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ് നമുക്ക് ടെക്നീഷ്യൻ അപ്രന്റീസസ് നോക്കാം, അതായത് ഡിപ്ലോമ അപ്രന്റീസസ്. ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഒഴിവുകൾ വരുന്നത് 7 ആണ്. റിസർവേഷൻ SC 1, OBC നോൺ ക്രിമിലെയർ 1, UR 5. യോഗ്യത ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒഴിവുകൾ 2. അതിൽ റിസർവേഷൻ വരുന്നത് UR-നാണ് 2 വരുന്നത്. യോഗ്യത ഇലക്ട്രിക്കലിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഒഴിവുകൾ 1 ആണ്. അതിൽ റിസർവേഷൻ UR-നാണ് ആ ഒരു ഒഴിവ് വരുന്നത്. യോഗ്യത സിഗ്നൽസ് ആൻഡ് ടെലികോമിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അങ്ങനെ ആകെ ഡിപ്ലോമ അപ്രന്റീസസ് ഒഴിവുകൾ വരുന്നത് 10 ആണ്. സോ 2025 ജൂലൈ 1 അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന യോഗ്യതയൊക്കെ നേടിയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളമുള്ള അയാർകോൺ പ്രോജക്റ്റുകൾക്ക് കീഴിലായിരിക്കും നിയമനം വരുന്നത്. ഇനി നമുക്ക് ട്രേഡ് വൈസ് ആൻഡ് ലൊക്കേഷൻ വൈസ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് മധ്യപ്രദേശിൽ 2 വേക്കൻസി ആണുള്ളത്. ഛത്തീസ്ഗഡ് 2, പശ്ചിമ ബംഗാൾ 5, ഗുജറാത്ത് 4, അങ്ങനെ ടോട്ടൽ 13. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രാജസ്ഥാൻ 2, അസം 2, ടോട്ടൽ 4. SNT മധ്യപ്രദേശ് 1, ഛത്തീസ്ഗഡ് 1, പശ്ചിമ ബംഗാൾ 1, അങ്ങനെ ടോട്ടൽ 3. നെക്സ്റ്റ് സോ അങ്ങനെ ഗ്രാജുവേറ്റ് അപ്രന്റീസിന്റെ ആകെ ഒഴിവുകൾ എന്ന് പറയുന്നത് 20 ആണ് വരുന്നത്. നെക്സ്റ്റ് ടെക്നിക്കൽ അപ്രന്റീസസ് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ അപ്രന്റീസസ്. അതിൽ ഫസ്റ്റ് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. മധ്യപ്രദേശ് 1, ഛത്തീസ്ഗഡ് 1, പശ്ചിമ ബംഗാൾ 3, ഗുജറാത്ത് 2, അങ്ങനെ ടോട്ടൽ 7 എണ്ണമാണ് സിവിൽ ഡിപ്ലോമ അപ്രന്റീസസ് വേക്കൻസീസ് വരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രാജസ്ഥാൻ 1, അസം 1, ടോട്ടൽ 2 എണ്ണം വരും. നെക്സ്റ്റ് SNT അത് പശ്ചിമ ബംഗാളിലാണ് ഒരു വേക്കൻസി ഉള്ളത്. അങ്ങനെ ഡിപ്ലോമ അപ്രന്റീസിന് ആകെ ഒഴിവുകൾ വരുന്നത് 10. 18-നും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 2025 ജൂലൈ 1 അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ SC ST കാറ്റഗറിക്ക് 5 വർഷം ഇളവുണ്ട്. അതേപോലെ OBC നോൺ ക്രിമിലെയർ കാറ്റഗറിക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. നെക്സ്റ്റ് സ്റ്റൈപ്പൻഡ് നോക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസസിനാണെങ്കിൽ പ്രതിമാസം 10,000 രൂപയാണ്. ഇതിൽ DBT 4,500 ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ അപ്രന്റീസസിന് 8,500 ആണ് പ്രതിമാസം. ഇതിലും DBT 4,000 ഉൾപ്പെടുന്നുണ്ട്. അപ്രന്റീസ്ഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത് 1 വർഷം മാത്രമാണ്. അതേപോലെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ സപ്ലിമെന്ററിയോ ബാക്ക് പേപ്പറോ ഉള്ളവർക്കോ ഒന്നും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ അയാർകോണിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷനൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് 1 വർഷം ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ നമുക്ക് അപ്രന്റീസ്ഷിപ്പിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് 1/7/2025 മുമ്പ് യോഗ്യത നേടിയവരാണെങ്കിൽ ഇനി പറയുന്ന വർഷങ്ങളിൽ പാസ്സായവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതായത് 2025, 2024, 2023, 1/7/2022 ശേഷം ഈ വർഷങ്ങളിൽ പാസ്സായവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതിനു മുമ്പ് യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് സെലക്ഷൻ ക്രിറ്റീരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ഉണ്ടാകില്ല. നമ്മുടെ യോഗ്യതാ പരീക്ഷയിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ www.mhrd.nats.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ ഓൺലൈൻ അപേക്ഷയ്ക്ക് മുമ്പായിട്ട് നേടിയിരിക്കണം.
അപ്പോൾ ഓൺലൈൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കിന്റെ പെർസെൻറ്റേജ് എത്രയാണോ അതാണ് രേഖപ്പെടുത്തേണ്ടത്. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിലുള്ള മാർക്കാണ് കണക്കാക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ഷീറ്റ് ലഭ്യമല്ലെങ്കിൽ എല്ലാ സെമസ്റ്ററുകളുടെയും ആവറേജ് കണക്കാക്കിയിട്ട് ഫൈനൽ പെർസെൻറ്റേജ് കണക്കാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുകളെ ഇമെയിൽ മുഖേനയും IRCON വെബ്സൈറ്റിലൂടെയും അറിയിക്കും. ആപ്ലിക്കേഷൻ ഫോമിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ ഹാജരാക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നോക്കാം. www.ircon.org എന്ന വെബ്സൈറ്റിൽ കരിയേഴ്സ്, അതിൽ HR ആൻഡ് കരിയേഴ്സിൽ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസസ് അണ്ടർ അപ്രന്റീസസ് ആക്ട് 1961 എന്ന വിഭാഗത്തിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ചേർത്ത് നമ്മൾ അഡ്രസ്സിലേക്ക് അയക്കണം. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. JGM ബാർ HRM IRCON ഇന്റർനാഷണൽ ലിമിറ്റഡ് C4 ഡിസ്ട്രിക്ട് സെന്റർ സെക്കൻഡ് ന്യൂഡൽഹി എന്ന് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ്. ആ അഡ്രസ്സിലേക്ക് അയക്കുക. ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്നത് 31/7/2025 ആണ്. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി 10/8/2025 ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തേക്കും ഓരോ ലൊക്കേഷനിലേക്കും ഒരു അപേക്ഷ മാത്രമേ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫൈനൽ സബ്മിഷന് മുമ്പ് ഓൺലൈൻ ഫോമിലെ എല്ലാ വിവരങ്ങളും തിരുത്താനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഇതിലായിരിക്കും നമ്മുടെ മെസ്സേജുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തെറ്റാതെ കൊടുക്കുക. അപേക്ഷാ പ്രക്രിയയിലെ 5 ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ മുൻപ് IRCON പോർട്ടലിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വീണ്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടതില്ല. അക്കൗണ്ട് ഇല്ലാത്തവർ തങ്ങളുടെ സ്വന്തം ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ക്രെഡൻഷ്യൽസ് ഇമെയിൽ വഴി ലഭിക്കും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഡീറ്റെയിൽസ് എൻട്രി ആണ്. രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് പോസ്റ്റ് സെലക്ഷൻ, അതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് തുടങ്ങിയവ ഫില്ല് ചെയ്യുക. സ്റ്റെപ്പ് 3 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിനായിട്ട് നമുക്ക് 10th അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SLC മുതൽ ഹയർ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് SC ST OBC EWS കാറ്റഗറീസ് ഒക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏറ്റവും പുതിയത് തന്നെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഐഡന്റിറ്റി പ്രൂഫിനായിട്ട് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. നെക്സ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, സിഗ്നേച്ചർ, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിഷൻ ആണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും വീണ്ടും പരിശോധിക്കുക. സബ്മിറ്റ് ചെയ്തതിനു ശേഷം തിരുത്താനായിട്ട് കഴിയില്ല. ഇമെയിൽ ID തെറ്റായാൽ IRCON അയക്കുന്ന നമ്മുടെ മെസ്സേജുകളൊക്കെ കിട്ടാതെ പോകും. അതിനാൽ അത് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 5 ഹാർഡ് കോപ്പി ഡിസ്പാച്ച് ചെയ്യുന്നത്. അതായത് ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ PDF പ്രിന്റ് ഔട്ട് എടുത്ത് കൃത്യമായിട്ട് സൈൻ ചെയ്ത് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ചേർത്തിട്ട് ജൂലൈ 31 മുമ്പ് സബ്മിറ്റ് ചെയ്ത് ഓഗസ്റ്റ് 10 മുമ്പ് IRCON ഓഫീസിൽ എത്തിക്കുന്ന രീതിയിൽ അയക്കുക. അപേക്ഷയോടൊപ്പം അയക്കേണ്ട സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിനായിട്ട് SLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്നിവയുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ. അതേപോലെ CGPA OGPA ഉള്ളവർക്ക് പെർസെൻറ്റേജിൽ കൺവേർഷന്റെ സർട്ടിഫിക്കറ്റ് ചേർക്കണം. അതേപോലെ തന്നെ SC ST OBC EWS കാറ്റഗറീസ്, അതേപോലെ OBC നോൺ ക്രിമിലെയർ കാറ്റഗറീസ് ഒക്കെ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയർ പ്രകാരമുള്ള സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് വെക്കുക. ഇത്രയുമാണ് നമ്മൾ അപേക്ഷയോടൊപ്പം അയക്കേണ്ട സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെന്റ്സ്. അപേക്ഷ അയക്കുന്ന കവറിലേക്ക് നിർബന്ധമായിട്ട് എഴുതേണ്ട സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോർ ദി എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസസ് ആസ് പെർ ദി അപ്രന്റീസസ് ആക്ട് 1961 അഡ്വർടൈസ്മെന്റ് നമ്പർ A01/2025. ഇത് അപേക്ഷ അയക്കുന്ന കവറിൽ നിർബന്ധമായിട്ട് എഴുതുക. അപേക്ഷ അയച്ച ശേഷം IRCON വെബ്സൈറ്റും നിങ്ങളുടെ ഇമെയിൽ IDയും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപേക്ഷ ലഭിച്ചതിന്റെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന്റെയൊക്കെ വിവരങ്ങൾ വെബ്സൈറ്റിലും ഇമെയിലിലുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഫർദർ അപ്ഡേറ്റ്സ്, കറക്ഷൻസ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം IRCON വെബ്സൈറ്റിലെ HR ആൻഡ് കരിയർ വിഭാഗത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ ക്ലാരിഫിക്കേഷനുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. recruitment@ircon.org എന്ന ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റേജസ് എല്ലാം ഓരോന്നും ശരിയായിട്ട് ചെയ്താൽ അപ്രന്റീഷിപ്പ് ലഭിക്കാൻ അവസരങ്ങൾ ഏറെയാണ്. IRCON പോലെയുള്ള പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിൽ അപ്രന്റീഷിപ്പ് നേടുന്നത് ഫ്യൂച്ചറിലേക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും. സോ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഹാർഡ് കോപ്പിയും എല്ലാ രേഖകളും ചേർത്ത് കൊറിയർ വഴിയോ പോസ്റ്റ് വഴിയോ ന്യൂഡൽഹി ഓഫീസിലേക്ക് അയക്കുക.
വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.